മലയാളത്തിൽ അവസരം കിട്ടാത്തതുകൊണ്ട് ആണ് അന്യഭാഷയിലോട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അങ്ങനെ പറയാനുള്ള റീസൺ എന്തായിരുന്നു? അല്ലടോ, മലയാളത്തിൽ എനിക്ക് അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടൽ കുറവായിരുന്നു. അന്യഭാഷയിൽ നിന്നാണ്, തെലുങ്കിൽ നിന്നാണ് എനിക്ക് നല്ല 3 ക്യാരക്ടേഴ്സ് കിട്ടി. 3 സിനിമയാണ് ഞാൻ തെലുങ്കിൽ ചെയ്തത്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ആദ്യം എനിക്കുണ്ടായിരുന്നു മലയാളത്തിൽ സിനിമ കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് പോണതാണ്. പക്ഷെ അവിടെ പോയി അഭിനയിക്കുമ്പോഴാണ് എല്ലാം അഭിനയമാണ്, എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണ്. അവിടെയും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പൊ എനിക്ക് ഒരു തെലുങ്ക് സിനിമ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, ഒന്നുകൂടി അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന്. മലയാളത്തിനേക്കാളും നല്ലതാണോ തെലുങ്ക്? അല്ല, അങ്ങനെയില്ല. മലയാളം നമുക്ക് തെളിയിക്കണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. തെലുങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫെസിലിറ്റീസും കാര്യങ്ങളും സാമ്പത്തികമായിട്ടും നല്ലതാണ്. എനിക്ക് പിന്നെ ഹൈദരാബാദ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് എൻ്റെ ഉള്ള താമസവും ആ ഒരു എൻറ്റയർ കോഴ്സ് ഓഫ് ഷൂട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ എക്സ്പീരിയൻസ് അതിലൂടെ കടന്നു പോകാനൊക്കെ. ഇപ്പം മലയാളത്തിലും തെലുങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ സെറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താ? മലയാളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ്, അതായത് എല്ലാവരും നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫാമിലി പോലത്തെ ഇതാണല്ലോ മലയാളത്തില്. ഫ്രീഡം ഉണ്ട്. തെലുങ്കിൽ എങ്ങനെയാ വെച്ചാൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ്. അവർ കുറച്ചുകൂടി ഓഫീസിൽ പോയി രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് അവരുടെ സ്കെഡ്യൂള്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. 6 മണി വരെ സ്കെഡ്യൂളുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 1-2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ നൈറ്റ് സ്കെഡ്യൂള്. നമ്മുടെ ഈ സെറ്റ് എങ്ങനെയായിരുന്നു? 7 മണിക്ക് ശേഷം ചെയ്യിപ്പിക്കാറുണ്ടോ ഷൂട്ടൊക്കെ? ഇല്ല, നമ്മുടെ 9 മണി വരെ ഉണ്ടായിരുന്നു മലയാളത്തിൽ. നമുക്കുണ്ടായിട്ടുള്ളൂ. പ്രേതം ഉറങ്ങും. അതെയോ?